ആര്യനിൽ കൂടി എൻ്റെ സാക്ഷ്യം പറയാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ മുഖാന്തരങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ലക്ഷ്യം ഒരാളെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുക, നരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ നിത്യതയിൽ കൊണ്ടെത്തിക്കുക. ഇതാണ് ഞങ്ങളുടെ ഈ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു. ഞാൻ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ പിതാവ് എസ്റ്റേറ്റിലൊരു ജോലിക്കാരനായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്, 2 പെൺമക്കളും 4 ആൺമക്കളും. ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാനുണ്ടായ കാരണം, എനിക്കൊരു ക്രിസ്ത്യാനി കൂട്ടുകാരി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഖുറാൻ പഠിച്ചപ്പോൾ ഒത്തിരി വലിയ കട്ടിയായിട്ടൊന്നും പഠിച്ചില്ല. സ്വർഗത്തിൽ പോകാനുള്ള കാര്യം മാത്രം ഖുറാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമായി ജനിച്ചു, ഇമാമായി കബറടക്കി കബറിനകത്ത് കൊണ്ടുവച്ച് 7 ചുവട്ടടി എണ്ണി പുറകോട്ട് നടന്നു കഴിയുമ്പോൾ മലക്കുകൾ കബറിനകത്ത് ഇറങ്ങി വരികയും കബറിൽ വെച്ച് ന്യായവിധി തുടങ്ങും. ഇത് ഞാൻ പഠിക്കുവാനിടയായിത്തീർന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് നിസ്കരിക്കാനോ നോമ്പ് നോക്കാനോ എനിക്ക് നെയ്യത്ത് വയ്ക്കാൻ ഫാത്തിഹ അല്ലെ മറ്റുള്ള യാതൊരു കാര്യത്തിനും എനിക്കൊരവസരം കിട്ടിയില്ല. ഞാൻ പാപം ചെയ്തു പെട്ടെന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ കബറിനകത്ത് ഈ മലക്കുകൾ ഇറങ്ങി വന്ന് ന്യായം വിധിക്കും. അപ്പോൾ തെറ്റ് ചെയ്തവർക്ക് അതിനനുസരിച്ചുള്ള ലേഖനങ്ങളുണ്ട്, നന്മ ചെയ്തവർക്ക് അതനുസരിച്ചുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കൊച്ചു പ്രായത്തിൽ എൻ്റെ ചിന്തയിലേക്ക് വന്നത് ഇത്രയേ ഉള്ളൂ: പെട്ടെന്ന് ഞാൻ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് ദൈവത്തിൻ്റെ അടുക്കലിരിക്കണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ ഖുറാൻ പഠിച്ചു, ഇസ്ലാമായി ജനിക്കണം, ഈ ഇസ്ലാമായി ജനിച്ചു ഇമാമായി കബറടക്കി അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന ന്യായവിധിയെ ഞാൻ ഭയപ്പെട്ടു. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സത്യം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അത് എൻ്റെ വാപ്പായോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? കാരണം എൻ്റെ വല്യപ്പച്ചനും എൻ്റെ വീട്ടിലെ ഓരോരുത്തരുടെയും രീതികളൊക്കെ കണ്ടാൽ നിസ്കാരപ്പായി നിൽക്കുമ്പോൾ ഒരു സ്വഭാവം, ബിസിനസ് മേഖലയിൽ നിൽക്കുമ്പോൾ വേറൊരു സ്വഭാവം, വീട്ടിൽ വരുമ്പോൾ വേറൊരു സ്വഭാവം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. എങ്ങനെയാണ് ഈ രീതി കൊണ്ട് എങ്ങനെ സ്വർഗത്തിൽ പോകും? അതുകൊണ്ട് ഞാൻ എൻ്റെ വാപ്പായോട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ള കാര്യങ്ങൾ വാപ്പ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഫാത്തിഹ ചൊല്ലി, കായിക വായിച്ചു, അല്ലെങ്കിൽ നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇതൊക്കെ ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ചു വന്നു. അതൊക്കെ ഞാൻ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മനസ്സിൽ ചിന്ത കയറി വന്നു, മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളല്ലോ, ബാക്കി എല്ലാവരും നരകത്തിൽ പോകും. അതുകൊണ്ട് എല്ലാവരും മുസ്ലിം ആകണമേ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന പായിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനോട് ദുആ ഇരക്കുമായിരുന്നു, തസ്ബീ ചൊല്ലുമായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയുമായിരുന്നു, എല്ലാവരും മുസ്ലിം ആകണം, ആരും നരകത്തിൽ പോകരുത് എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ക്രിസ്ത്യാനി കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇവളൊരിക്കലും നരകത്തിൽ പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇവളെ എങ്ങനെയെങ്കിലും എനിക്ക് മുസ്ലിം ആക്കണം, അതുകൊണ്ട് ഇവളോട് എനിക്ക് ഖുറാൻ പറഞ്ഞു കൊടുക്കണം, എനിക്കറിയാവുന്ന അത്രയും അവൾക്ക് പറഞ്ഞു കൊടുത്ത് അവളെ മുസ്ലിമിലേക്ക് കൊണ്ടുവരണമെന്ന് എന്നാലാകുന്നത് പോലെ ഞാൻ പരിശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം ഇവള് കേട്ടു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, റംല, നീ പറയുന്നതൊക്കെ സത്യമാണ്, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് അവളോട് ദേഷ്യം തോന്നി. കാരണം ഒരിക്കലും ദൈവത്തിന് പുത്രനില്ല, മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. ദൈവം ഉണ്ടാകട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന, ഉളവാകട്ടെന്ന് നിരൂപിക്കുമ്പോൾ ഉളവാകുന്ന, അസ്തമിക്കട്ടെന്ന് നിരൂപിക്കുമ്പോൾ സകലതും അസ്തമിക്കുന്നു. ദൈവത്തിന് ഒരിക്കലും പുത്രനില്ല. ഈസാ നബിയെ പ്രവാചകനായി വിശ്വസിക്കുന്നു. ഒരിക്കലും ഒരു ദൈവമായിട്ടോ ദൈവപുത്രനായിട്ടോ ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എൻ്റെ ചെറിയ ബുദ്ധിയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവളെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവളെനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ തന്നു. ബൈബിളിൻ്റെ പ്രതികളൊക്കെ അടങ്ങിയ കൊച്ചു കൊച്ചു പുസ്തകങ്ങളും കുറച്ച് ലഘുലേഖകളൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും എന്നോട് പറയുവാനിടയായി. എനിക്ക് അവളോട് ദേഷ്യമുണ്ട്, എനിക്ക് അവളോട് ഭയങ്കര വൈരാഗ്യം തോന്നി. അവളെ അങ്ങ് കൊന്നാൽ കൊള്ളാമെന്ന് പോലെ തോന്നി. കാരണം യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഇവൾ പറഞ്ഞപ്പോൾ എനിക്ക് അവളെ ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ പുസ്തകമെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി ഞാനിതെല്ലാം കത്തിച്ചു കളഞ്ഞു.
കത്തിച്ചു കളഞ്ഞ നിമിഷം മുതൽ എന്നെ മറ്റൊരു ശക്തി ഭരിക്കാൻ തുടങ്ങി. ആ ശക്തി മറ്റൊന്നുമല്ലായിരുന്നു, അത് പരിശുദ്ധാത്മാവായിരുന്നു. അതേ കർത്താവായ യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഹൃദയത്തിലെ അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഉപദേശിക്കണമെന്ന്. അപ്പോൾ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എനിക്കൊരു സത്യമുണ്ടായിരുന്നു. എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പോകണം, എനിക്ക് ദൈവത്തിൻ്റെ മടിയിലിരിക്കണം, ദൈവത്തോട് സംസാരിക്കണം. ഇങ്ങനെ ഞാൻ നിരന്തരമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദ്വാരക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ നല്ല വഴിയിൽ എൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് എൻ്റെ കുടുംബത്തിന് കീഴ്പ്പെട്ട് വളരെ ബഹുമാനത്തോടെ മുൻപോട്ട് പോകണമെന്ന് ഉള്ള ഒരു ചിന്തയും ആ അച്ചടക്ക ബോധവും എൻ്റെ ജീവിതത്തിൽ എന്നെ ഭരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഈ പുസ്തകം കത്തിച്ചു കളഞ്ഞപ്പോൾ തൊട്ട് ഈ ശക്തി എന്നെ ഭരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ സത്യത്തിലേക്ക് നടത്താൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത ഇതാണ്: ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ആരുടേതാണ് സത്യം? അതുകൊണ്ട് സത്യം ഏതാണ്? അതിലേക്ക് എനിക്ക് പോകണം. ഞാനൊരു മഠത്തിലെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് മഠത്തിലെ അമ്മമാർ മാത്രമാണ് ക്രിസ്ത്യാനികളെന്നായിരുന്നു എൻ്റെ ചിന്ത. വേറെ ക്രിസ്ത്യാനികളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം വള്ളക്കടവ് പുത്തമ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളെ കൊണ്ട് തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ വീടുമായിട്ടായിരുന്നു എനിക്ക് കൂടുതൽ ബന്ധമുള്ളത്. അതുകൊണ്ട് ഞാൻ ആ രീതിയിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും എന്നെ വീണ്ടും സത്യത്തിലേക്ക് നടത്തുവാൻ തുടങ്ങി. ഏതാണ് സത്യം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചു ബൈബിൾ പഠനമെന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടന്ന് എൻ്റെ കയ്യിൽ കിട്ടുവാനിടയായി. ഞാൻ ആ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? അപ്പോൾ ബൈബിൾ പഠനം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതും ആ പുസ്തകത്തിൻ്റെ പുറത്ത് നല്ല കളറും നല്ല അച്ച് ഇങ്ങനെ മുസ്ലിം പള്ളിയുടെ മുകളിൽ കാണുന്ന കയബ പോലുള്ള സംഗതി ഈ പുസ്തകത്തിൻ്റെ പുറത്ത് കണ്ടപ്പോൾ അതെന്നെ ആകർഷിക്കുവാനിടയായി. ഞാൻ ആ പുസ്തകം എടുത്ത് തിരിച്ചും മറിച്ചും വായിക്കാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ച എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്, എങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ ആ പുസ്തകം വായിച്ചു വന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ വായിക്കുവാനിടയായി. ക്രൂശീകരണം വായിച്ചപ്പോൾ ഞാൻ കരയുവാൻ തുടങ്ങി. ഞാൻ കരഞ്ഞ് വളരെ ഞാൻ കരഞ്ഞു. ഒരു മനുഷ്യനോടാണോ ഒരു ദൈവത്തോടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരിക്കലും ദൈവത്തോട് ഇങ്ങനെ ചെയ്യത്തില്ല. ഒരു മനുഷ്യനോടാണ് ഇങ്ങനെ കാണിച്ചത്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ് എന്ന് ആ പുസ്തകത്തിനകത്ത് എഴുതിയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ പുസ്തകം എടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യമെങ്കിൽ, ഈ ദൈവം ജീവനുള്ള ദൈവമെങ്കിൽ, ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചാൽ ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ നീ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ അങ്ങേക്ക് ഒരു പൂമാല തരാം എന്ന് ഞാൻ എൻ്റെ പിഞ്ചു ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി. പക്ഷേ അന്ന് രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതിനുശേഷം കർത്താവ് ഒരത്ഭുത പ്രകാശത്തിൽ കൂടി എന്നോട് സംസാരിച്ചു, അനേകർ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എങ്കിലും നിന്റെ പക്ഷത്ത് ഞാനുണ്ട്, നീ ഭയപ്പെടേണ്ട. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം എന്നെ വളരെ ഭയങ്കര സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും, ഞാൻ എന്തോ ഒരു വലിയ കാര്യം സാധിച്ചെടുത്ത ഒരനുഭവം എൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുവാനിടയായി. അങ്ങനെയായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ജീവനുള്ള ദൈവം തന്നെയാണെന്ന്. വീണ്ടും ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് പറഞ്ഞ് കർത്താവ് എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ദൈവശബ്ദം എന്നെ കേൾപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. 6ാമത്തെ ദിവസം കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങി പുറപ്പെടുക. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പോകാനുള്ള വഴി എൻ്റെ കൂട്ടുകാരിയുടെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കണം, എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റും? അതിനുള്ള വഴികളൊക്കെ കാണിച്ചു തന്നു. ഞാൻ വന്നു, ചെങ്ങന്നൂരേക്ക് കടന്നു വന്നു. തിരുവനന്തപുരത്തു നിന്ന് ചെങ്ങന്നൂര് കടന്നു വന്നു. അവിടെ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഞാൻ വരുവാനിടയായി. അവിടെ നിന്ന് കൂടുതൽ ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഞാൻ മർത്തോമാ സമുദായത്തിൽ 2 വർഷക്കാലം ആരാധനയ്ക്ക് കടന്നു പോകുവാനിടയായി. പക്ഷേ അതിനു മുമ്പ് തന്നെ എൻ്റെ പിതാവ് വന്നിട്ട് എന്നെ കണ്ടുപിടിച്ചു.
വീട്ടിൽ കൊണ്ടുപോയി എന്നെ പ്രയാസപ്പെടുത്തുവാനിടയായി. ഇലയ്ക്കകത്ത് ചോറും ചിരട്ടയ്ക്കകത്ത് വെള്ളവും തന്ന് 3 മാസത്തോളം എന്നെ എൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു ചാർത്തിനകത്ത് എന്നെ താമസിപ്പിക്കുവാനിടയായി. 3 പ്രാവശ്യം ബാപ്പ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചു. റോഡിലിട്ട് എന്നെ വലിച്ചഴച്ചു. 3-ാമത്തെ പ്രാവശ്യം എന്നെ കൊല്ലുവാൻ വേണ്ടി കടാര വലിച്ചൂരിയെടുക്കുമ്പോൾ കൈ തളർന്ന് കത്തി തെറിച്ചു പോയി. അന്ന് എൻ്റെ ബാപ്പ എന്നോട് പറഞ്ഞു, എന്തോ ഒരു സത്യം നിന്നിൽ കിടക്കുന്നു, പക്ഷേ ഒരു ശക്തി എന്നെ തടയുന്നത് കൊണ്ട് ഇപ്പോൾ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എൻ്റെ ബാപ്പ എൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകാൻ വേറൊരു പുണ്യപ്രവൃത്തിയും ചെയ്യണ്ട, നിന്നെ വെട്ടി കഷ്ണം കഷ്ണമായി ആറ്റിക്കൂടി ഒഴുക്കിയതിനു ശേഷം ഞാൻ മരിക്കുള്ളൂ, സത്യം സത്യം എന്ന് പറഞ്ഞ് എന്നെ അടിക്കുവാനിടയായി തീർന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ പറയട്ടെ, എൻ്റെ ബാപ്പായിക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വീണ്ടും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിൽ മാറി 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 കടന്നു വന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു. എന്തു വന്നാലും കർത്താവിനെ വിട്ടുപിരിയത്തില്ല. അങ്ങനെ വളരെ ശോധനയിൽ കൂടി ഞാൻ കടന്നു പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ബൈബിളിൽ, അതേ ചെറിയ ഗിദെയോൻസിന്റെ ബൈബിൾ, കൊച്ചു പുതിയ നിയമത്തിൽ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുന്നതാ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ നഗ്നതയോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അതെ മരണത്തിനോ ഏതിന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ കഴിയുമെന്ന്. ആ ഒരു വാക്യം എൻ്റെ ജീവിതത്തിൽ ഞാനതങ്ങ് ഒപ്പിയെടുത്തിട്ട് പറഞ്ഞു, കർത്താവേ, എന്ത് കഷ്ടമാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി സഹിക്കാം, എന്ത് വേണമെങ്കിലും സഹിക്കാം, എനിക്കൊന്നു മാത്രം മതി, അങ്ങയുടെ കൂടെ എന്നെ ഇരുത്തണം, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് അതേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്ക എത്തില്ല എന്ന് പറഞ്ഞ ആ വചനം എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനിടെ ഞാൻ അന്വേഷിച്ച സത്യം കർത്താവായ യേശു ക്രിസ്തു എൻ്റെ മുൻപിൽ വന്നു, എന്നോട് സംസാരിച്ചു. കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു. 80 മാർച്ച് 13-ാം തീയതി 5 രൂപയും ഒരു പാവാടയും ബ്ലൗസും കൊണ്ട് തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ഞാൻ മുളക്കുഴയിൽ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ചെങ്ങന്നൂരിന് അടുത്തുള്ള മുളക്കടയിൽ ഞാൻ കടന്നു വന്നു. അവിടെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വീടൊരുക്കി തന്നു. അവിടെ ഞാൻ ഒരു മർത്തോമ ഭവനത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കസിനായ, അവരുടെ ഉപ്പാപ്പനായ അതേ ബന്ധക്കോസ്കാർ തൊട്ടടുത്തൊരമ്മച്ചിയും ഒരപ്പച്ചനും അവരുടെ അതേ വീട്ടിലെ പിതാവും മാതാവും എന്നെ ഏറ്റെടുക്കുവാനിടയായി. സ്വന്തം മകളെ പോലെ എന്നെ ഏറ്റെടുത്തു, എന്നെ സ്നേഹിച്ചു, എന്നെ ബൈബിൾ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു, എൻ്റെ വിവാഹ കാര്യങ്ങളെല്ലാം ആലോചിച്ചു. എൻ്റെ തക്ക സമയമായപ്പോൾ മർത്തോമ സമുദായത്തിൽ നിന്ന് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രിയപ്പെട്ടവരുമായിട്ട് എൻ്റെ വിവാഹം ആ മാതാപിതാക്കൾ ആലോചിച്ചു. പക്ഷേ സാധാരണ അങ്ങനെ പെന്തക്കോസിൽ അതേ അന്യ സമുദായത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറാകത്തില്ല ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു, അന്യ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് ഒരു കൺവെൻഷന് പോയി. ആ കൺവെൻഷൻ പ്രസംഗത്തിൽ എന്നെ വിവാഹം കഴിച്ച എൻ്റെ പ്രിയപ്പെട്ടവനും അദ്ദേഹത്തിൻ്റെ മാതാവും ആ കൺവെൻഷനിലുണ്ടായിരുന്നു. എൻ്റെ സാക്ഷ്യം കേട്ട് എൻ്റെ വിവാഹം ആലോചിച്ചു. ഞാൻ താമസിച്ച വീട്ടിൽ വന്നു. അപ്പച്ചനോടും അമ്മച്ചിയോടും ചോദിച്ചു. അവർ എൻ്റെ കാര്യങ്ങൾ എൻ്റെ സ്വന്തം അപ്പനെ അമ്മയെ പോലെ ഏറ്റെടുക്കുവാനിടയായി തീർന്നു. എൻ്റെ വിവാഹ കാര്യങ്ങളെല്ലാം അവർ തന്നെ ക്രമീകരിച്ചു തന്നു. എൻ്റെ വിവാഹം നടന്നു. ദൈവത്തിൻ്റെ കൃപയാൽ 94 ഏപ്രിൽ 30-ാം തീയതി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അനേക ദൈവദാസി ദാസന്മാരുടെ സാന്നിധ്യത്തിൽ, ദൂതന്മാരുടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും അതേ നാമത്തിൽ, അതേ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. അവർ 2 പേരും ഇപ്പോൾ മൂത്ത മോള് ചൈനയിൽ 3rd ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചുമോള് 1st ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം നടത്തുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചില പരിശോധനകളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. 2007 എൻ്റെ പ്രിയപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കാറിന് വന്ന് ഒരു സ്കൂട്ടറിൽ ഒരു കാർ വന്നിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവൻ 30 അടി താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീഴുവാനിടയായി. തെറിച്ചു വീണു, നട്ടലൊടിഞ്ഞു, കൈ ഒടിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്പൈനൽ കോഡിന് കേട് സംഭവിച്ചു. അങ്ങനെ നാട്ടുകാർ അവിടെ നിന്ന് എടുത്തു തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അവിടുത്തെ 2 ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, അതേ ന്യൂറോ സർജൻ ഡൊമിനിക് ആൻഡോയും രാജു മാഞ്ഞൂരാനും എന്നോട് പറഞ്ഞു, നിന്റെ ഭർത്താവിന് എഴുന്നേറ്റ് നടക്കത്തില്ല, നിന്റെ ഭർത്താവിന് ജീവിതകാലം മുഴുവനും വാട്ടർ ബെഡിലേ കിടക്കത്തുള്ളൂ.
സ്പൈനൽ കോഡിന് കേട് സംഭവിച്ചിരിക്കുന്നു. L2 5ആയിട്ട് പൊടിഞ്ഞു പോയി. അതുകൊണ്ട് അത് സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ രാജു മാഞ്ഞൂരാൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഡോക്ടേഴ്സിനോട് ഇത്രേ മാത്രമേ പറയാനുള്ളൂ, എൻ്റെ ഭർത്താവ് നടക്കും, എൻ്റെ ഭർത്താവ് നടക്കും, എൻ്റെ ദൈവം നടത്തുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന്. എന്നാൽ രാജു മാഞ്ഞൂരാൻ എന്നോട് ചോദിച്ചു, നിനക്കെന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ സംഗതി എനിക്കില്ല. രണ്ടാമത് എന്നോട് ചോദിച്ചു, നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് വട്ടുണ്ട്. മൂന്നാമത് എന്നോട് ചോദിച്ചു, ഇതിൻ്റെ സീരിയസ്നെസ് എന്താ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭർത്താവ് നടക്കും. ഇവിടെയുള്ള എല്ലാ സ്പൈനൽ കോഡുകാരും അതേ നഷ്ടപ്പെട്ടവർ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഭർത്താവ് ഞാൻ നടക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് എന്തുകൊണ്ട് നീ അത് പറയുന്നു? ഞാൻ പറഞ്ഞു ഞാനൊരു സാധാരണ ബന്ധക്കോസുകാരിയല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബന്ധക്കോസുകാരിയല്ല. ഞാൻ യേശുവിനെ കണ്ട് യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. യേശു എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ നഷ്ടപ്പെട്ട സ്പൈനൽ കോഡ് എൻ്റെ യേശു തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. എൻ്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കും. ഇത് പറഞ്ഞു ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നെ ഒത്തിരി കളിയാക്കി. അവിടെയുള്ളവരൊക്കെ പലതും പറഞ്ഞു. എൻ്റെ നാട്ടുകാരും വീട്ടുകാരും പലതും പറഞ്ഞു. എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർ എന്നോട് പറഞ്ഞു, ഇനി കിടന്നാലും രക്ഷയില്ല, കിടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന്. പക്ഷേ നിന്നയുടെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും കഷ്ടതയുടെയും അടുവിൽ കൂടി ഞങ്ങൾ കടന്നുപോയപ്പോഴും ആശ്വാസകനായി കർത്താവ് ഞങ്ങളുടെ അടുക്കൽ വന്നു, എൻ്റെ അടുത്ത് വന്നു, എന്നോട് സംസാരിച്ചു. ഓരോ നിമിഷവും 18 മണിക്കൂറായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഓപ്പറേഷൻ. 18 മണിക്കൂർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ 18 മണിക്കൂറും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം യേശു കർത്താവ് സ്വർഗത്തിലിരുന്നില്ല, എൻ്റെ കൂടെ വന്നു. ഓരോ വാക്കുകളും തന്നു എന്നെ ആശ്വസിപ്പിക്കുവാനിടയായി. എൻ്റെ പ്രിയപ്പെട്ടവനെ അത്ഭുതകരമായി ദൈവം സ്തോത്രം അവിടുന്ന് വിടുവിച്ചു. ചുരുക്കി ഞാൻ പറയട്ടെ, അവിടുന്ന് കൊണ്ടുവന്നു, ഐസിയുനകത്തിട്ടു. രണ്ടാമത്തെ ദിവസം റൂമിലേക്ക് കൊണ്ടുവന്നു. 40 ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നു. 40ാമത്തെ ദിവസം ഡിസ്ചാർജ് വാങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. 4 ബെഡ്ഷീറ്റിൻ്റെ 4 കോണിൽ പിടിച്ച് 2-3-4 പേര് കൂടി ബെഡ്ഷീറ്റോട് കൂടി എടുത്ത് കൊണ്ടുവന്നു. ഒരു ആംബുലൻസിൽ കയറ്റി കൊണ്ടുവന്ന് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. വാട്ടർ ബെഡിൽ കിടത്തി. എൻ്റെ പ്രിയപ്പെട്ടവനെ വാട്ടർ ബെഡിൽ കിടത്തി. എല്ലാവരും പോയി. എല്ലാവരും കൈവിട്ട അവസ്ഥയിലായി. ഒരു കൂട്ടർ എന്നോട് ചോദിച്ചു, ദൈവഹിതമില്ലാത്തടത്ത് പ്രാർത്ഥിക്കാൻ പോയോ? ഒരു കൂട്ടർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷയെന്ന്? ഒരു കൂട്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടും ദൈവത്തിന് വേണ്ടി നിന്നിട്ടും ദൈവത്തിന് വേണ്ടി സഹായിച്ചിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പരീക്ഷ എന്നോട് ചോദിക്കുവാനിടയായി തീർന്നു. പക്ഷേ ഞാൻ കഷ്ടം സഹിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല. എൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചുംബിച്ചുകൊണ്ട് അവൻ്റെ മാർവിലെ ചൂട് ഞാൻ അനുഭവിച്ചുകൊണ്ട് അവൻ്റെ കരസ്പർശനം ഞാൻ അനുഭവിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് എനിക്ക് കഷ്ടം പ്രയാസമായി തോന്നിയില്ല. എന്നാൽ ചുരുക്കി പറയാം, 56ാമത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് രാത്രിയിൽ അദ്ദേഹത്തെ ഒരു സ്വപ്നം കാണിച്ചു, എഴുന്നേറ്റ് നടക്കുവാൻ. അതിന് 2 ദിവസം മുമ്പ് ഞാൻ കണ്ടു ഇദ്ദേഹം കിളച്ച് കപ്പയിടുന്ന ദർശനം ദൈവം എനിക്ക് തരുവാനിടയായി. അങ്ങനെ ഞാൻ കണ്ടു. അതിനുശേഷം 56ാമത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവനെ ഞാനും അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറും കൂടെ ചേർന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ 2 കാലും വലിച്ച് താഴെ വെച്ചിട്ട് കാല് കുഞ്ഞുങ്ങൾ തന്നെ ഓരോ കാലും മാറ്റി വെച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ 2 പേരുടെയും തോളിൽ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി. സ്റ്റൂളിൻ്റെ പുറത്ത് ഞാൻ വെള്ളം വെച്ച് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവൻ തന്നെ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചു. അതിനുശേഷം ഭിത്തിയിൽ പിടിച്ച് കാല് വലിച്ച് നടന്നു റൂമിൽ വരുവാനിടയായി തീർന്നു. അതിനുശേഷം 56ാമത്തെ ദിവസം കർത്താവ് അല്പമായ ആശ്വാസം കൊടുത്തു. 62ാമത്തെ ദിവസം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് കാർ എടുത്തുകൊണ്ട് തന്നെ 22 കിലോമീറ്റർ വാഹനം ഓടിക്കുവാൻ ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തുവാനിടയായി. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ രാജു മാഞ്ഞൂരാൻ എന്നോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ഹോസ്പിറ്റൽ, നിങ്ങൾ കിടന്ന ഈ വാർഡ് മുതൽ നിങ്ങൾ സകല വാർഡിൽ നടന്നു പറ നിങ്ങളുടെ ജീസസ് നിങ്ങളെ വിടുവിച്ച കാര്യത്തെക്കുറിച്ച്. ഞാൻ പറയട്ടെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. അന്ന് ലാസറിനെ ഉയർപ്പിച്ചെങ്കിൽ ഇന്ന് എൻ്റെ ഭർത്താവ് PT തോമസ് ജോസ് നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന ജോസിൻ്റെ നഷ്ടപ്പെട്ട സ്പൈനൽ കോഡിനെ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ മൂത്ത മോള് ആ ഇടിച്ച കാറിൻ്റെ അടിയിൽ കയറിപ്പോയി. അവിടെ ജോയിൻ്റ് ഇളകിപ്പോയി. സ്തോത്രം, എങ്ങനെ സൗഖ്യമാകും എന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ചുരുക്കി പറയാം, അവളെ 33ാമത്തെ ദിവസം ആ വിട്ടുപോയ ജോയിൻ്റ് കർത്താവ് ഒട്ടിച്ചു വെച്ച് അവളെ ദൈവം സൗഖ്യമാക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ആ കാലഘട്ടം കഴിഞ്ഞു.
അതിനുശേഷം ഈ 2015 ഒക്ടോബർ മാസം 14-ാം തീയതി ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഒരു കുഴിയിലേക്ക് മറിയുവാനിടയായി. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് വന്ന വണ്ടിക്ക് ഞാൻ സൈഡ് കൊടുത്ത് എൻ്റെ വണ്ടിയിൽ ഒരു സ്കൂട്ടർ വന്ന് ഇടിച്ചപ്പോൾ ഞാൻ വണ്ടി വെട്ടിച്ചത് ഒരു കുഴിയിലേക്ക് ചെന്ന് വീഴുവാനിടയായി. വലിയ ഒരു പൊക്കത്തിൽ ഉച്ചയും കുത്തി വണ്ടി വീണു. കാരണം ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ വണ്ടി ചെന്ന് ഉച്ചയും കുത്തി വീണതുകൊണ്ട് എൻ്റെ നെഞ്ച് ഈ സ്റ്റിയറിംഗിൽ തൂങ്ങി കിടക്കുവാനിടയായി തീർന്നു. അങ്ങനെ 10-15 മിനിറ്റോളം അങ്ങനെ കിടന്നു. പെട്ടെന്ന് തന്നെ നാട്ടുകാർ വന്ന് വണ്ടി പൊക്കിയെടുത്തു. എൻ്റെ ഇളയ മോളും ഞങ്ങളുടെ സ്തോത്രം പാസ്റ്ററിൻ്റെ മോനും ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. എൻ്റെ ഈ നെഞ്ചിൻ്റെ ഈ എല്ലിളകിപ്പോയി. എൻ്റെ വാരിയലിന് പൊട്ടലുണ്ട്. എൻ്റെ പുറത്ത് ചതവും നീർക്കെട്ടുമൊക്കെയായി. നെറ്റിയെല്ലാം മുഴച്ച് ഇടിച്ചെൻ്റെ കൈ മുറിഞ്ഞു. ഇങ്ങനെ ഞാൻ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നെ അന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിറ്റേ ദിവസം എന്നെ തിരുവല്ല ബിലീവേഴ്സിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ എല്ലാം പരിശോധിച്ച് എക്സ്റേയും MRI ഒക്കെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, 4 മാസം കഴിയാതെ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. നീ 4 മാസം ബെഡിൽ റെസ്റ്റ് ചെയ്യണം. നിനക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവരെല്ലാം പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് അന്ന് രാത്രി 7-7:30 ആയപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടക്കത്തില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ അന്ന് രാത്രി ഞാൻ എൻ്റെ നിർബന്ധത്തിന് അവിടുന്ന് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് വർത്താനം പറയാൻ പറ്റത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. വളരെ വേദനയിൽ കൂടി എൻ്റെ ഒരു സൈഡിനേക്കാൾ ഇപ്പുറത്തെ സൈഡ് ഇളകി പൊങ്ങി നിൽക്കുവാനിടയായി തീർന്നു. ബന്ധം വിട്ട് ഇങ്ങനെ പൊങ്ങി നിന്നു. ഡോക്ടേഴ്സിനൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഞാൻ ചുരുക്കി പറയുകയാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ കഴിഞ്ഞില്ല. ഈ 14-ാം തീയതി ഇങ്ങനെ സംഭവിച്ചു. 21-ാം തീയതി ഞാനൊരു വലിയ കൺവെൻഷന് പ്രസംഗിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം നവംബർ 6-ാം തീയതി എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ചൈനയിൽ പോകുവാനിടയായി. ചൈനയിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്നു. കേരളത്തിൻ്റെ 14 ജില്ലയിലും അവിടെ കടന്നുപോയി കർത്താവിനെ ഉയർത്തുവാനിടയായി. ഇന്ത്യയുടെ 3 സ്റ്റേറ്റിൽ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹി, 3 സ്റ്റേറ്റിൽ പോയി കർത്താവിനെ സാക്ഷിപ്പാനിടയായി. ഇങ്ങനെ ഒരു മാധ്യമത്തിൽ കൂടി നിങ്ങളോട് എൻ്റെ സാക്ഷ്യത്തെ പ്രസ്താവിപ്പാൻ ദൈവം ഒരുക്കി. തന്നെയുമല്ല, ഈ മീഡിയ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും നന്മയ്ക്കും കാരണമായി തീരട്ടെ. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാകുന്നവനായവൻ തെളിഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് പരീക്ഷകൾ കണ്ടോ, പ്രതികൂലങ്ങൾ കണ്ടോ, വേദനകൾ കണ്ടോ, പോരാട്ടങ്ങൾ കണ്ടോ, ഒരിക്കലും പിന്മാറരുത്. പരീക്ഷയെ ജയിച്ചവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കാൻ. ആ ജയം നമുക്കുമുണ്ട്. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ച് ആ ജയം പ്രാപിച്ച് മുൻപോട്ട് പോകാം. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗം നമുക്ക് നൽകട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ ശരീരത്തെ ജീവിക്കുക മാത്രമല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇവിടെ സൗഖ്യം കിട്ടി ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഒരു നിത്യത നമുക്കുണ്ട്. നൊടി നേരത്തിനുള്ളിൽ കർത്താവിനെ നമുക്ക് കാണണം. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കണം. കർത്താവിന്റെ വരവേറ്റവും അസന്നമായി അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ലോക സംഭവങ്ങളൊന്നും ക്രിസ്തുവിൽ നമ്മളെ അകറ്റരുത്. ക്രിസ്തുവിനോടുകൂടെ നടക്കുക, നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ഇന്ന് കർത്താവ് വരുന്നെങ്കിൽ അവന്റെ ശബ്ദം, കാഹള ശബ്ദം കേൾക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.